بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മനിയന്ത്രണം നമുക്ക് ഇസ്ലാം നിർബന്ധമാക്കിയിരിക്കുകയാണ്, അഥവാ സൂക്ഷ്മത. ഏതൊരാളും ഒരു മഹാനായി തീർന്നു എന്ന് പറയുന്നിടത്ത് ഈ മാനദണ്ഡത്തിൽ അവർ ജീവിച്ചപ്പോഴാണ് അത് സംഭവിച്ചത് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഖുർആനിക അധ്യാപനങ്ങൾ ഇവിഷയവുമായി ഒരു നിഴല് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ നികല നിമിഷങ്ങളിലും പിന്തുടരുന്നുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഒരാൾക്ക് നന്നാവണം, നന്നായി ജീവിക്കണം, ഒരു മുഅ്മിനാവണം, മുത്തഖിയാവണം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ സൂക്ഷ്മതയുടെ ചർച്ച ഏറ്റവും പ്രസക്തമാകുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മഹാന്മാരായ തസവുഫിന്റെ ഉലമാ വിലപ്പെട്ട 10ഓളം ഉപദേശങ്ങൾ, സൂക്ഷ്മതയുടെ 10ഓളം പാഠങ്ങൾ നമ്മുടെ മുന്നിൽ നിരത്തുന്നത്, ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നിരത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അൽ ഗുനിയത്തു ലി ത്വാലിബ് ത്വരീഖുൽ ഹഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 1-ാം ഭാഗത്തിൽ ഇത് സംബന്ധമായ സുദീർഘമായ ധാരാളം കുറിപ്പുകൾ മഹാനവറുകൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വലാ യതിമുൽ വറഉ ഇല്ലാ അൻ യറാ അശ്റത അശ്യാഅ ഫരീളതൻ അലാ നഫ്സിഹി. സൂക്ഷ്മതയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ സൂക്ഷ്മതയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ രീതിയിൽ ഒരാൾ ഒരുങ്ങി തയ്യാറാകുന്നിടത്ത് സ്വന്തം ശരീരത്തിൽ അവൻ നിർബന്ധമായും കാണേണ്ടത് 10 കാര്യങ്ങളാണ്. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മെ പഠിപ്പിക്കുന്നു. പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ തനിക്ക് നിർബന്ധമാണ് എന്നൊരു മനുഷ്യൻ കാണുന്നിടത്താണ് അവന്റെ ജീവിതത്തിന്റെ സൂക്ഷ്മത പാലിക്കപ്പെടുന്നത്. ഒന്നാമത്തേത് ഹിഫ്ദുൽ ലിസാനി മിനൽ ഗൈബത്തി ലിഖൗലിഹി തആല. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞ പോലെ ഗീബത്ത്, അതുപോലെയുള്ള നാവ് സൂക്ഷിച്ച് വർത്തമാനം പറയേണ്ട അപകടകരമായ മറ്റുള്ള കാര്യങ്ങൾ, നാവിന്റെ രോഗങ്ങൾ, അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. മനുഷ്യ ശരീരത്തിൽ അള്ളാഹു തന്നിരിക്കുന്ന അവയവങ്ങളുടെ ധർമ്മത്തിൽ ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെടുന്നത് നാവാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നൊരു ഹദീസ് മഹാനായ ഇമാം തുർമുദിയുടെ ജാമിഇൽ കാണാം. ഓരോ പ്രഭാതത്തിന്റെയും പൊൻപുലരിയിൽ സർവ്വ അവയവങ്ങളും വലിയ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് നാവിന്റെ മുന്നിൽ അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. യാ ലിസാൻ ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ കാര്യത്തിൽ അല്ലാഹനെ നീ പേടിക്കണേ നാവേ എന്ന് ഓരോ പ്രഭാതത്തിലും സർവ്വ അവയവങ്ങളും വളരെ നിസ്സാരമായി, വളരെ വിനയത്തോടുകൂടെ നിന്നുകൊണ്ട് നാവിന്റെ മുന്നിൽ അപേക്ഷ വെക്കാത്തൊരു പ്രഭാതവും ഈ ഭൂമിയിൽ വന്നിട്ടില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സൂക്ഷ്മത പാലിക്കുന്നുവെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഭാഗം നാവാണ്. ഖുർആനിന്റെ ആയത്ത് ശകലം മഹാനായ ഇമാം ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. വലാ യഖ്തബ് ബഅദുകും ബഅദാ. പിന്നെ രണ്ടാമത് സൂക്ഷ്മത പുലർത്തേണ്ടത്, നിർബന്ധമായും സൂക്ഷ്മത പുലർത്തേണ്ട രണ്ടാമത്തെ ഇടം അൽ ഇജ്തിനാബു അൻ സൂഇൽ ദന്നി. മറ്റുള്ളവരെ കുറിച്ചുള്ളതായ മോശം ഭാവനകൾ വേഗം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് കാര്യം. തെറ്റായത് ചിന്തിക്കാനും തെറ്റായത് ആലോചിക്കാനും ഇതര വ്യക്തികളിൽ
അങ്ങനെ ഒരു ആരോപണത്തെ മനസ്സുകൊണ്ട് ചാർത്താനും പിശാച് വല്ലാതെ പരിശ്രമിക്കുന്നിടത്ത് നാം കീഴ്പ്പെട്ടു പോകാറുണ്ട്. സൂക്ഷ്മത പാലിക്കേണ്ടടുത്ത് രണ്ടാമത്തെ രംഗം മോശമായ ഭാവന. ഖുർആൻ അത് വളരെ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിച്ചു. ഇജ്തനിബു കസീറൻ മിനൽ ളൻ ഇന്ന ബഅദൽ ളന്നി ഇസ്ം. ധാരാളം ഭാവനകൾ വിരിയുന്ന നിങ്ങളുടെ മനസ്സിൽ മോശമായത് വരല്ലേ എന്ന് ഖുർആൻ. മഹാനായ ലുക്മാൻ തന്റെ പൊന്നുമോനെ വിളിച്ചുകൊണ്ട് കൊടുക്കുന്ന ഉപദേശം അത് തന്നെയാണ്. യാ ബുനയ്യ ഇന്നൽ ഖുലൂബ മസാരിഉ ഫസ്റഅ ഫീഹാ തയ്യിബൽ കലാം ഫഇല്ലം യംബുതു കുല്ലുഹു യംബുതു ബഅദുഹു. നമ്മുടെ മനസ്സിന്റെ അകത്ത് നല്ല ചിന്തകൾ നമ്മൾ നട്ടാൽ നല്ല വർത്തമാനമായി നാവിലൂടെ വരുമെന്ന് സയ്യിദുനാ ലുക്മാൻ അലൈഹിസ്സലാം 4000 നബിമാരിൽ നിന്നും ഇസ്ലാമിന്റെ തത്വവചസ്സുകൾ പഠിച്ചെടുത്ത മഹാൻ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞ ആപ്തവാക്യമാണിത്. പൊന്നുമോനെ ഉപദേശിക്കുന്ന വാക്കുകളിലൂടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. മൂന്നാമത്തേത് പരിഹാസം പാടില്ല എന്നുള്ളതാണ്. അത് പരിഹസിക്കപ്പെടുന്നവനിൽ തൃപ്തി ഉണ്ടെങ്കിൽ പോലും പരിഹസിക്കുക എന്നത് ഒരു നല്ല സംസ്കാരമല്ല. ഈ പറയപ്പെട്ട ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ സൂക്ഷ്മതയുടെ പാഠങ്ങളിൽ നിർബന്ധമായും പാലിക്കേണ്ട 10 ആദ്യം പറഞ്ഞ ഈ 3 കാര്യങ്ങളെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ സൂറത്തുൽ ഹുജറാത്തിന്റെ ആയത്തുകളിലൂടെ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. ആരും ആരെയും കളിയാക്കല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ ആണിനെയും പെണ്ണിനെയും പ്രത്യേകം വിളിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പരിഹസിച്ച് പറയുന്നിടത്ത് എന്ത് കാര്യത്തിലാണ് മറ്റൊരാളെ നമ്മൾ പരിഹസിക്കുന്നത്, അയാളിലുള്ള ആ ഐബ് പരിഹസിക്കുന്നവനിൽ ഭാവിയിൽ എത്തിയേക്കാം. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും എന്ന് ഖുർആൻ. പഴയകാലത്ത് ഒരാളെ കളിയാക്കുമ്പോൾ ശകാരം പറയുന്ന ഉമ്മയും ഉപ്പയും ആ വിഷയത്തിൽ കുട്ടിക്ക് കൊടുക്കുന്ന അതിനോട് സംയോജിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു ഉപദേശമുണ്ട്. അങ്ങനെ കളിയാക്കല്ലേട്ടോ, അത് നമുക്കും കൂടി ബാധിക്കും, നമുക്കത് വരും ഭാവിയിൽ. ഖുർആൻ കൃത്യമായി നമ്മുടെ മുന്നിൽ ആ വിഷയം അധ്യാപനം നടത്തിക്കഴിഞ്ഞു. പരിഹസിക്കപ്പെടുന്ന കാര്യം പരിഹസിക്കുന്നവനിൽ ഭാവിയിൽ സംഭവിച്ചേക്കാം എന്ന് പരിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ പിന്നെയും പറഞ്ഞു, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. കുത്തുവാക്ക് പറയല്ലേ. അതുപോലെ തന്നെ ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെയും ചെറുതാക്കി കാണിക്കല്ലേ. മോശമായ ഭാവനകൾ അരുതേ. സ്വഹാബികളുടെ ജീവിതത്തിൽ വലിയ ചിന്തകൾ ഉളവാക്കിയ, വലിയ ചിന്തകൾക്ക് ജന്മം കൊടുത്ത വഹയിന്റെ ആരവങ്ങളായിരുന്നു ഈ 2 ആയത്തുകളുടെ അവതരണ പശ്ചാത്തലമെന്ന് മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങൾ തന്റെ സാദുൽ മസീറിൽ തഫ്സീർ കുറിക്കുന്നിടത്ത് കാണുന്നുണ്ട്. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്, ബദരീങ്ങളിൽ പ്രമുഖനാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാബിത്ത് ബിൻ ഖൈസിനെ കാണിച്ചിട്ട് പറഞ്ഞത് സഞ്ചരിക്കുന്ന രക്തസാക്ഷി എന്നാണ്, സഞ്ചരിക്കുന്ന സ്വർഗാവകാശി എന്നാണ്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും ഉറക്കെ സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ചെവി ഒരൽപ്പം പതുക്കെയാണ്. പ്രമുഖനായ ഈ സ്വഹാബി ഒരു സദസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന കൃത്യമായി നേരത്തെ വന്ന് ഇരിക്കുന്ന ഒരു പ്രത്യേക ഇടമുണ്ട്. ഒരു ദിവസം വരാൻ വൈകിയപ്പോ അവിടെ മറ്റൊരാൾ കയറിയിരുന്നു. ഇസ്ലാമിക നിയമമനുസരിച്ച് അങ്ങനെ കയറിയിരുന്ന ആളുടെ തന്നെയാണ് ആ ഇരിപ്പിടം. അല്ലാതെ സ്ഥിരമായ ഒരാൾ ഒരു സ്ഥലത്തിരിക്കുന്നു എന്നതിന്റെ പേരിൽ അയാളുടേതല്ല. ആരാണോ ആദ്യം ഇരിക്കുന്നത് ആ സഫിൽ ആ ഇടം അയാളുടേത് എന്നതാണ്. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോ അവിടെ ഇരുന്ന സ്വഹാബിയോട് പറഞ്ഞു, നീങ്ങിയിരിക്ക് എന്ന് പറഞ്ഞു. നീങ്ങിയിരിക്ക് എന്ന് പറഞ്ഞു. ഇഫ്സഹ് ഇഫ്സഹ്, നീങ്ങേ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് അവിടെ നിലവിലിരിക്കുന്ന സ്വഹാബി പറഞ്ഞു, ഖദ് അസബത്തു മജ്ലിസ, ഞാൻ നേരത്തെ വന്നിരുന്ന സ്ഥലാണിത്, ഇത് ഞാൻ എന്തിനാ വിട്ടുതരുന്നത്, അവിടെ എവിടെയെങ്കിലും പോയിരിക്കും എന്ന് പറഞ്ഞു. ഇത് സ്വാഭാവികമാണല്ലോ, ഇതിലൊരു ന്യായക്കേടുമില്ല, രണ്ടുപേരും സ്വഹാബികളാണ്. അപ്പോ
മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചു, മൻ അൻത, ആരടാ നീ? അപ്പോ മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ആ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന സ്വഹാബി പറഞ്ഞു, അന ഫുലാൻ, ഞാൻ ഇന്ന ആളാണ്, നിനക്കറിയില്ലേ? രണ്ട് സ്വഹാബികൾ തമ്മിലുള്ള തർക്കമാണിത്. അപ്പൊ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നീ ആ പറഞ്ഞ ആളല്ല, അൻത ബിൻ ഫുലാന, നിന്റെ ഉമ്മ ഇന്നാലിന്ന ആളല്ലേ, ആ ഉമ്മാന്റെ മോനല്ലേ നീ, ആ സംസ്കാരം നീ കാണിക്ക എന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ ഈ സ്വഹാബിയുടെ ഉമ്മയെ പരിഹസിച്ചു പറയുന്ന ഒരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ട്, ആ ഉമ്മാന്റെ മോനല്ലേ നീ, നിന്നിൽ ഇത്രേ ഉള്ളൂ, അത്രേ ഞാൻ കാണുന്നുള്ളൂ എന്ന രീതിയിൽ ഒരു ഒഴുക്കം മട്ടിന് ഒരു ശകാരവും ഒരു ദേഷ്യപ്രകടനവും ഒക്കെയായി സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബികളിലെ സീനിയർ മഹാനവറുകൾ നേരത്തെ അവിടെ വന്നിരുന്ന സ്വഹാബിയോട് പറഞ്ഞപ്പോ അള്ളാഹുവിന് അത് ഇഷ്ടമായില്ല. അപ്പോഴാണ് നമ്മൾ ഓതിവെച്ച ആയത്ത് ഇറങ്ങിയതെന്ന് അൽ ഹാഫിദ് ബിൻ അൽ ജൗസി സാദുൽ മസീറിൽ കുറിക്കുന്നു. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ആരെയും ചെറുതായി പരിഹസിച്ച് അപകീർത്തിപ്പെടുത്തി പറയല്ലേ. സ്വഹാബികളെ ശകാരിച്ചതാണിത്. പിന്നെയും ഈ ആയത്തുകൾ ഇറങ്ങാനുള്ള ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. മഹാനായ അൽ ഹാഫിദ് ബിൻ അൽ ജൗസി വീണ്ടും പറയുന്നുണ്ട്, മഹാന്മാരായ സ്വഹാബത്തിലെ ഫഖീറന്മാരായ ആളുകളെ കണ്ടപ്പോ തമീം ഗോത്രത്തിൽ നിന്നും വന്ന നിവേദക സംഘത്തിന് ഒരു പുച്ഛം തോന്നി. അയ്യേ, ഇതെന്തൂട്ട് കോലം, ഇതെന്തൊരു രൂപം. അങ്ങനെ പുച്ഛിച്ച് മുഖം തിരിച്ചു കളഞ്ഞുവത്രേ സ്വഹാബികളിലെ പാവപ്പെട്ടവരുടെ രൂപവും കോലം കൊണ്ടപ്പോ. അവരും ഇസ്ലാമിന്റെ പേരിലാ മദീനയിൽ വന്നത്. അവരും ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹബീബിനെ സന്ദർശിക്കാൻ വന്നത്. അങ്ങനെയുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ഇസ്ലാം അല്ലെന്ന് സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിൽ കുറെ ചിന്താഗതികൾ മാറ്റേണ്ടതുണ്ടെന്ന് പറയാൻ ഈ ആയത്ത് അവതരിച്ചു എന്നും മഹാനായ ഇമാം അൽ ഹാഫിദ് ബിൻ അൽ ജൗസി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരുടെ ഒരു കുസൃതിക്ക് മറുപടിയാണ് ഈ ആയത്തുകൾ അവതരിച്ചതെന്നും മഹാനവറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രായം ചെന്ന പ്രവാചക പത്നിയാണ്. മഹദിയവർകൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും 16 വയസ്സ് മൂത്തതാണ് ഉമ്മു സലമ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അരമുണ്ട് ഉടുത്തപ്പോ അതിന്റെ ഒരു കോന്തൽ ഒരൽപ്പം ബാക്കിൽ ഇറങ്ങി തൂങ്ങിക്കിടന്നു. അല്പം പരുപരുത്ത കട്ടിയുള്ള ഒരു വസ്ത്രം കൊണ്ടാണ് അരഉടുപ്പ് ധരിച്ചത് എന്നതിന്റെ പേരിൽ ഒരു കോന്തല പോലെ അവരുടെ പിൻഭാഗത്ത് കിടന്ന് അവർ നടക്കുമ്പോൾ തത്തിക്കളിക്കുന്ന ആ തുണിക്കോന്തല നോക്കിയിട്ട് പ്രവാചക പത്നിമാരിൽപ്പെട്ട 2 കുസൃതി കുസുമങ്ങൾ വെറുതെ ഒന്ന് തമാശക്ക് പറഞ്ഞുപോയി, നായയുടെ നാവ് തൂങ്ങിയ പോലെയാണല്ലോ ഉമ്മു സലമയുടെ പിന്നിൽ വസ്ത്രത്തിന്റെ ശകലം തൂങ്ങിക്കിടക്കുന്നത് എന്ന് പറഞ്ഞതും പാടില്ല എന്ന് ശകാരിച്ച വാക്കുകളാണ് പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളെന്നും മഹാനായ അൽ ഹാഫിദ് ബിൻ അൽ ജൗസി തങ്ങൾ സാദുൽ മസീറിൽ രേഖപ്പെടുത്തുന്നു. സൂക്ഷ്മതയെ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ വിശുദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ മനുഷ്യനിൽ നിർബന്ധമായും ഉണ്ടാവേണ്ട 10ഓളം സംസ്കരണങ്ങളെ പറഞ്ഞതിലെ ആദ്യത്തെ 3 നാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആയത്തുകളുടെ അവതരണത്തിലൂടെ മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ നമ്മുടെ മുന്നിൽ പറയാണ്. സൂക്ഷ്മതയുടെ പാഠങ്ങളിൽ 4ാമത്തേത് ഗള്ളുൽ ബസ്ർ അനിൽ മഹാരിം. അള്ളാഹു കാണരുതെന്ന് പറഞ്ഞതിനെ കാണുമ്പോ കണ്ണ് ചിമ്മാൻ കഴിയുന്നു എന്ന രീതിയിലുള്ള ഒരു നിയന്ത്രണം. അള്ളാഹു കാണല്ലേ എന്ന് പറഞ്ഞത്, നോക്കല്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടാവും. അതിനെ കാണാൻ കണ്ണിനെ വിട്ടുകൊടുക്കൂല, കണ്ണ് ചിമ്മുക. ലോകത്ത് വ്യഭിചാരത്തെ നിയന്ത്രിക്കപ്പെടാൻ ഏതെല്ലാം മാർഗങ്ങൾ വേണമെന്ന് അതേക്കുറിച്ചുള്ള അവലോകനങ്ങളും ചർച്ചകളും പഠനങ്ങളും നടക്കുന്നിടത്ത് ആധുനിക സയൻസ് പോലും ആ വിഷയത്തിൽ പറയുന്നത് മനുഷ്യന്റെ കണ്ണിന്റെ ലീലാവിലാസങ്ങൾ, അതിൽ നിയന്ത്രണമുണ്ട് എങ്കിൽ മനുഷ്യനിൽ വ്യഭിചാരം ഉണ്ടാവില്ല എന്നതാണ്. കാരണം ഇത് ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞതാ. മനുഷ്യന്റെ മനസ്സിൽ ചിത്രീകരണം നടത്തുന്നത് കണ്ണിന്റെ കാഴ്ചകളാണ്.
എത്രവൻ കണ്ടുവച്ചാലും അതിനെ മനോഹരമായ രീതിയിൽ ചിത്രീകരിക്കാൻ, അതിനുശേഷം അവന്റെ ഖൽബിലേക്ക് എത്തുന്ന ഒരു വലിയ പ്രേരണ, ഒരു പ്രചോദനം, അത് വ്യഭിചാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി, ആദ്യ ഘട്ടമായി തീരുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ذلك أزكى لكم إن الله خبير بما يصنعون. മുഅ്മിനീങ്ങളായ ആണുങ്ങളോട് പറയ നബിയേ, യഗ്ദൂ മിൻ അബ്സ്വാരിഹിം, കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണേണ്ട സന്ദർഭം എന്നാൽ കണ്ണ് അടച്ചു പിടിച്ചോ എന്ന് പറയ നബിയേ. തൊട്ടടുത്ത് തന്നെ പറഞ്ഞു, വയഹ്ഫദൂ ഫുറൂജഹും, ഗുഹ്യഭാഗം കൊണ്ട് തെറ്റ് ചെയ്യുന്ന സന്ദർഭം സംജാതമാകാതെയും ഈ സൂക്ഷ്മത പാലിക്കാൻ പറയണേ നബിയേ. ദാലിക അസ്കാ ലഹും, നിങ്ങളിൽ നല്ല സംസ്കാരം ഉണ്ടാവാൻ ഏറ്റവും നല്ല മാർഗം ഇതാണെന്ന് ഖുർആൻ. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, തീർച്ചയായും അല്ലാഹു ഉള്ളും പുറയും അറിയുന്നു. ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ അടിമുടി അറിയുന്നവനാണ് അല്ലാഹ്. ഖുർആനിൽ ഒരു കാര്യം നിർദ്ദേശിക്കാൻ ആണുങ്ങളോട് പ്രത്യേകം പറയുന്ന പ്രയോഗങ്ങൾ മിക്കവാറും അത് പെണ്ണിനെയും ബാധിച്ചു പോകുന്നു. എന്നാൽ ഈ ആയത്തിന്റെ തൊട്ടടുത്ത ആയത്തിൽ പെണ്ണിനോടും പ്രത്യേകം പറഞ്ഞു കണ്ണ് നിയന്ത്രിക്കാൻ. ആലോചിച്ചു നോക്കണേ, നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ ഒരു മനുഷ്യന് കാണാൻ പാടില്ലാത്തത് കാണാൻ അവന് കിട്ടുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങൾ അവന്റെ കയ്യിൽ തന്നെയുണ്ട്. സൗകര്യങ്ങൾ വർദ്ധിച്ച കാലഘട്ടത്തിൽ ഈ പറയപ്പെട്ട കാര്യത്തിൽ ഒരു പാഠം ഉൾക്കൊള്ളൽ പ്രയാസമാണ്. وَقُلْ لِلْمُؤْمِنَاتِ يَغْضُضْنَ مِنْ أَبْصَارِهِنَّ وَيَحْفَظْنَ فُرُوجَهُنَّ وَلَا يُبْدِينَ زِينَتَهُنَّ. മുഅ്മിനത്തുകളായ സഹോദരിമാരെ, നിങ്ങളുടെ കണ്ണുകളെയും കാണാൻ പാടില്ലാത്തത് കാണേണ്ട സന്ദർഭത്തിൽ നിങ്ങൾ ചിമ്മിക്കോ, അടച്ചു പിടിച്ചോ എന്ന് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്നു, അതാണ് ഗുഹ്യഭാഗം കൊണ്ടുള്ള തെറ്റ് സംഭവിക്കാതിരിക്കാനുള്ള സൂക്ഷ്മത. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, സൗന്ദര്യ പ്രദർശനത്തിന് അനുവാദമില്ലാത്തോടത്ത് നിങ്ങൾ പേടിച്ചും സൂക്ഷിച്ചും അല്ലാഹുവിനെ ഭയന്നുകൊണ്ടും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണേ. തലമറയ്ക്കുന്ന അതേ തുണി കൊണ്ട് തന്നെ നിങ്ങളുടെ മാറിടത്തിലേക്കും ഇറക്കിയിടണേ എന്ന് ഖുർആൻ. എന്തൊക്കെ പറയാനുണ്ട്, പക്ഷേ ഈ വിഷയത്തിൽ സൂക്ഷ്മതയുടെ പാഠങ്ങളിൽ ഖുർആന്റെ അധ്യാപനത്തോളം പറയാൻ എന്താ ഉള്ളത്? സൂക്ഷ്മതയുടെ പാഠങ്ങളിൽ പാലിക്കേണ്ട അഞ്ചാമത്തെ നിയമം സിദ്ഖുൽ ലിസാൻ. നീതിക്ക് വേണ്ടി വർത്തമാനം പറയണം, സത്യം പറയാൻ നാവിന് വഴക്കമുണ്ടാവണം, നാവനുസരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശദീകരിക്കുന്നില്ല. വഇദാ ഖുൽതും ഫഅദിലൂ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് എതിരെ പറയേണ്ടി വന്നാലും നാവ് വെച്ച് ഉച്ചരിക്കുന്നോടത്ത് നാവിന്റെ ഉദ്ധരണികളിൽ നാവിന് നീതിയിൽ നിന്നും പിഴവ് പറ്റാൻ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ആറാമത് പറഞ്ഞു സൂക്ഷ്മതയുടെ പാഠം. അല്ലാഹു ചെയ്തു തന്ന ഗുണങ്ങളെ, അവൻ ഓശാരമായി ചെയ്തു തന്ന കാര്യങ്ങളെ നിങ്ങൾ ഓർക്കുകയും അതിലൂടെ മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യണേ. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ റബ്ബിനെ അറിയാൻ, റബ്ബ് നമുക്ക് ഒരു ദിവസം ചെയ്ത അനുഗ്രഹങ്ങൾ, ഒരു മണിക്കൂറിൽ ചെയ്ത അനുഗ്രഹങ്ങളെ ഒന്ന് അവലോകനം ചെയ്താൽ, പ്രാണവായുവിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവ് ചെയ്തുകൊണ്ട് ആഞ്ഞാന് ശക്തമായ ഓക്സിജൻ വലിച്ചെടുക്കാൻ വേണ്ടി ഒരു മനുഷ്യന്റെ സർവ്വ ആരോഗ്യവും ഉപയോഗപ്പെടുത്തുന്ന ഘട്ടം ജീവിതത്തിൽ വരാം. ഒരു ദിവസം നമ്മൾ അറിയാതെ നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്ന കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചാൽ ആയിരക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ നമ്മുടെ മുന്നിൽ പലരെയും നമ്മൾ കാണാറുണ്ടല്ലോ. ശരീരത്തിന്റെ ആരോഗ്യം കൊണ്ട് താങ്ങാവതല്ല, മനസ്സിന്റെ കരുത്ത് കൊണ്ട് താങ്ങാവതല്ല, സമ്പത്ത് കൊണ്ട് പിടിച്ചു നിൽക്കാവതല്ല. എന്നാലും കീമോ ചെയ്യാനും റേഡിയേഷനും വേണ്ടി ഓരോരുത്തരും വിധേയരാകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ടല്ലോ.
അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഒരു മനുഷ്യൻ ഓർക്കുന്നോടത്ത് സൂക്ഷ്മതയുടെ പാഠം പൂർത്തീകരിക്കാൻ കഴിയും. ഏഴാമത്തേത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട്. റബ്ബ് നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ, പ്രത്യേകിച്ച് സമ്പത്തിനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തോടത്ത് ചെലവാക്കല്ലേ. ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ചെലവാക്കിയ പണം എനിക്ക് നാളെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് എതിരിൽ സാക്ഷി പറയുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വിനോദങ്ങൾക്കും ആഭാസങ്ങൾക്കും അതുപോലെ അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞ, അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾക്കും ചെലവ് ചെയ്യുന്നോടത്ത് ഒരു വിചാരണ പോലും നമ്മളിലില്ല. നമ്മളൊക്കെ ഒരു സ്വയം വിചാരണ വേണം, ഈ പണം എങ്ങോട്ടാ പോണേന്നുള്ളത്. ഇതിന് ഞാൻ കണക്ക് പറയണ്ടേ? എത്രയെത്ര ആളുകൾക്ക് അങ്ങനെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ കഴിഞ്ഞ ജീവിതങ്ങൾ. സക്കാത്തിന്റെ ഈത്തപ്പഴക്കൂമ്പാരത്തിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയ പൊന്നുമോൻ അതിലൊരെണ്ണമെടുത്ത് വായിലേക്ക് വെച്ചോടത്ത് ആ കുഞ്ഞിളം പ്രായക്കാരന്റെ പനിനീർ ദളത്തിന് സമാനമായ തിളക്കമുള്ള ചുവന്ന വായക്കകത്തേക്ക് വലത്തെ കയ്യിന്റെ ചെറുവിരൽ കടത്തിയിട്ട് പുറത്തേക്ക് തുപ്പുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് കൈവിരലിട്ട് പുറത്തേക്ക് കടത്തി സയ്യിദുനാ റസൂലുള്ളാഹി മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മുട്ടുകുത്തുന്ന പ്രായത്തിൽ പോലും ഉപദേശിച്ചു. ഇത് നമുക്ക് പറ്റാത്ത മുതലല്ലേ, ഇത് പൊതുമുതലല്ലേ, സക്കാത്തിൻ്റെത് അഹ്ലു ബൈത്തിന് പറ്റില്ലല്ലോ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ അകത്തേക്ക് പോകുന്നത്, നാം വിനിയോഗിക്കുന്നത് അള്ളാഹ്ക്ക് പൊരുത്തമല്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക വ്യയമാണ് എങ്കിൽ നിയന്ത്രണത്തിന്റെ ഏറ്റവും വലിയ ശക്തമായ രീതികൾ ആ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. സൂക്ഷ്മതയുടെ പാഠങ്ങളിൽ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ പറഞ്ഞത് അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ആർഭാടങ്ങളും ധൂർത്തുകളും ഒരു സാധാരണ അനുഭവങ്ങളായി മാറിയിട്ടുള്ള രീതിയിൽ ജീവിതം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഈ ഉപദേശം, സൂക്ഷ്മത പാലിക്കാൻ ഒരു മനുഷ്യന് നിർബന്ധമായത്. വല്ലദീന ഇദാ ആഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. മുഅ്മിനിനെ പറ്റി പറഞ്ഞതാ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ചെലവ് ചെയ്യുമ്പോൾ ആർഭാടമാക്കൂല, എന്ന പിശുക്കും കാണിക്കൂല. അതിന്റെ ഇടയിൽ കൂലി കിട്ടുന്ന രീതിയിൽ ഒരു ചെലവാക്കലുണ്ട്, അത് വേണം. ആ ഒരു ക്വാളിറ്റിയാണ് മുഅ്മിനിൻ്റെതെന്ന് പരിശുദ്ധ ഖുർആൻ. സൂക്ഷ്മതയുടെ പാഠങ്ങളിൽ എട്ടാമത്തേത് അല്ലാ യത്ലുബ ലിനഫ്സിഹിൽ ഉലുവ വൽ കിബ്റ. തന്നെ വലിപ്പപ്പെടുത്താൻ, താൻ വലുതാണെന്ന് സ്ഥാപിക്കാൻ, പൊങ്ങച്ചം കാണിക്കാൻ അതിനുള്ള ഇടങ്ങളായി അവസരങ്ങളെ ദുരുപയോഗം ചെയ്യരുതെന്ന് ഖുർആൻ. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഒൻപതാമത് പറയട്ടെ, അൽ മുഹാഫദതു അലസ് സ്വലവാത്തിൽ ഖംസി ഫീ മവാഖീതിഹാ ബിറുകൂഇഹാ വസുജൂദിഹാ. 5 വഖത്ത് നിസ്കാരത്തെ എപ്പോഴെങ്കിലും നിസ്കരിക്കലല്ല, വാങ്ക് വിളിച്ചാൽ അതിന്റെ ഏറ്റവും ആദ്യ അവസരം തന്നെ ഉപയോഗപ്പെടുത്താം. ആദ്യ സന്ദർഭത്തിൽ തന്നെ നിസ്കരിച്ച് ശീലിച്ചു പോരുന്ന ആള്, ആ മനുഷ്യനിൽ പാപം പിണയില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഹസനാത് യുദ്ഹിബുനസ് സയ്യിആത് അഖിമിസ് സ്വലാത്ത ത്വറഫൈൻ നഹാർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്താണിത്. നിസ്കാരത്തെ സമയബന്ധിതമായി ആദ്യ അവസരത്തിൽ നിർവഹിക്കുന്നോടത്ത് ഇന്നൽ ഹസനാത്ത്, അങ്ങനത്തെ നിസ്കാരങ്ങൾ എന്ന ആ നന്മകൾ യുദ്ഹിബുനസ് സയ്യിആത്, പാപങ്ങളെ അകറ്റി നിർത്തുമെന്ന് ഖുർആൻ. അപ്പൊ സൂക്ഷ്മതയുടെ 9ാമത്തെ പാഠം നിസ്കാരത്തെ അതിന്റെ ഏറ്റവും ആദ്യ അവസരത്തിൽ മനോഹരമായി തന്നെ നിർവഹിക്കുക എന്നതാണ്. 10ാമത്തേത് ഇസ്തിഖാമത്തു അലസ് സുന്നത്തി വൽ ജമാഅ. അവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റിന്റെ പരിപാടി ഉണ്ട് നമുക്ക്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയിലായി ഉറച്ചു നിൽക്കാ. കാറ്റാടി പോലാവല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും, കല്യാണ പന്തലിലെ ചെമ്പ് പോലാവല്ലേ ആ വീട്ടിലും ഈ വീട്ടിലും ബിരിയാണിക്ക് ബിരിയാണി വെക്കാൻ,
ആ വീട്ടിലും പോവും, ഈ വീട്ടിലും പോവും. കല്യാണ വീട്ടിലെ ചെമ്പ്, കല്യാണ പന്തലിലെ ചെമ്പ് അതുപോലെ ആവാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടാണിത്. അതില്ലെങ്കിൽ പോയി. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, മഹാന്മാരായ സ്വഹാബത്ത് ഏറ്റവും കൂടുതൽ പേടിച്ച കാര്യമാണ് ഈ സുന്നത്ത് ജമാഅത്ത്. സ്വഹാബത്തിൽ തന്നെ വിവരം കുറഞ്ഞ സ്വഹാബികൾ, വിവരം കൂടിയ സ്വഹാബികളുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഇത്തിബാഅ് ചെയ്യുന്നോടത്ത് അങ്ങനെയുണ്ട്. മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, നിങ്ങൾക്ക് മുന്നേ ഒരു പാരമ്പര്യമുണ്ടേ. യാ മഅ്ശറൽ ഖുർആ ഇസ്തഖീമു ഫഖദ് സുബിഖതും സബഖൻ ബഈദാ വഇൻ അഖത്തും യമീനൻ വശിമാലാ ലഖദ് ളലൽതും ളലാലൻ ബഈദാ. സ്വഹീഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി, നിങ്ങൾക്കൊരു സാബിഖീങ്ങളുടെ പരമ്പരയുണ്ട്. ഫഖദ് സുബിഖതും സബഖൻ ബഈദാ, ഒരു സാബിഖീങ്ങളുടെ പരമ്പരയുണ്ട്. വഇൻ അഖത്തും യമീനൻ വശിമാലാ, അത് വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഒരൽപ്പം ചാഞ്ഞാൽ ലഖദ് ളലൽതും ളലാലൻ ബഈദാ. ആരാ ഈ സാബിഖീങ്ങൾ? ആരാ ഈ സാബിഖീങ്ങൾ? പരിശുദ്ധ ഖുർആൻ ഈ സാബിഖീങ്ങളെ പറയാൻ വേണ്ടി അവരുടെ കൃത്യമായ മേൽവിലാസം കൊണ്ടുവന്നു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. സാബിഖീങ്ങൾ മുഹാജിറുകളാ, സാബിഖീങ്ങൾ അൻസാറുകളാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള് അവിടുത്തെ ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, വഹുമുല്ലദീന സല്ലൗ ഇലൽ ഖിബ്ലതൈൻ ജമീഅ വഹും അഹ്ലു ബദ്ർ റളിയല്ലാഹു അൻഹും. രണ്ടു വട്ടം ഖിബ്ല പ്രഖ്യാപനം ഉണ്ടായപ്പോ അള്ളാന്റെ ഹബീബിന്റെ പിന്നാലെ കൂടി ഒരു ഇഞ്ച് പോലും അവിടെ നിലപാടിൽ മാറ്റമില്ലാതെ പുണ്യനബിയോടൊപ്പം ചേർന്ന് നിന്നവരാം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വഹും അഹ്ലു ബദർ, 217ഓളം വരുന്നതായ മഹാന്മാരായ അൻസാറുകളും 96ഓളം വരുന്നതായ മുഹാജിറുകളും വസൽ ഹുനൈനം വസൽ ബദ്റം വസൽ ഉഹദാ أنواع تعذيبهم والحتف كيف جرى هم الرجال بلا هم الجبال بلا كالدهر في همة بل سادة كبرى أكرم بهم فتية تمت فضائلهم وعم آلاؤهم للحق دون ميرا مولاي صل وسلم دائما أبدا. പലപ്പോഴും പറഞ്ഞതെന്നാൽ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്ന ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, ഈ ബദരീങ്ങളുടെ നിലപാട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടാ. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലഘട്ടത്തിൽ മദീന നിറയെ വരൾച്ച. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഖലീഫ മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്താൻ വേണ്ടി എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഒരു പ്രത്യേകമായ മനോഹരമായ കസേരയും കൊണ്ടുവന്നു. കസേരപ്പുറത്ത് മഹാനായ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇരുത്തി. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ദുആയിരുന്നു. അഹ്ലു ബൈത്തിന്റെ കാരണവർ സയ്യിദ് അവർകൾ തങ്ങളുപ്പാപ്പ ആമീൻ പറയുന്ന മാത്രമേ ഉള്ളൂ, ദുആ ചെയ്യേണ്ടത് പോലുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ദുആ സഹോദര ഇന്ന് ഈ രാവിലും സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് അങ്ങനെ തന്നെ കാണാം. അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിക ഫതസ്ഖീനാ. اللهم إنا كنا نتوسل إليك بعم نبينا فاسقنا فيسقون. അല്ലാഹുവേ, മുമ്പൊക്കെ ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നിരുന്ന നേരത്ത് നിന്റെ ഹബീബിനെ ഇതുപോലെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഞങ്ങൾ ദുആരക്കും, ഹബീബ് ആമീൻ പറയും. അല്ലെങ്കിൽ അവിടുത്തെ സാന്നിധ്യമുണ്ട്, ഒരു സയ്യിദിരിക്കുന്ന സദസ്സ്. ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അന്ന് ഞങ്ങൾക്ക് നീ മഴ തന്നിരുന്നു. ഇന്ന് ഹബീബില്ല, വഫാത്തായ ഹബീബിന്റെ പ്രിയപ്പെട്ട പിതൃ സഹോദരനായ
അബ്ബാസ് തങ്ങളെ മുൻനിർത്തിയിട്ട് നിന്നോട് ഞങ്ങൾ മഴ ചോദിക്കുന്നു അല്ലാ ഫസ്ഖിനാ, ഞങ്ങൾക്ക് നീ മഴ തരണേ. ഫയുസ്ഖൂൻ, അന്ന് ആമീൻ പറയാൻ ആ സദസ്സിൽ പങ്കെടുത്ത അനസ് റളിയല്ലാഹു അൻഹു ആണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. മഹാനവറുകൾ പറയുകയാ, അന്ന് മഴ നനഞ്ഞാ ഞങ്ങൾ വന്നത്. ഫയുസ്ഖൂൻ, അവിടെ കൂടിയവർക്ക് മുഴുവനും മഴ കിട്ടിയത്രേ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് മഴ ചോദിച്ചു. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദ്രീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ജീവിതത്തിൽ ഈ സൂക്ഷ്മതയുടെ 10 പാഠങ്ങൾ മരണത്തിന് മുമ്പായി നമുക്കത് അലങ്കരിക്കാൻ ഭാഗ്യം നൽകട്ടെ.